നമുക്ക് വീണ്ടും ഇപ്രകാരം കൂടി വരുവാൻ ഈ പ്ലാറ്റ്ഫോമിലൂടെ ഒന്നിച്ചായിരിക്കുവാൻ ദൈവം നൽകിയ നല്ല അവസരത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിലേക്ക് വരാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്നുള്ള വിഷയമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതിൻ്റെ തുടർന്നുള്ളതായ ആ ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. എങ്കിലും കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച ചില കാര്യങ്ങൾ വേഗം ഒന്ന് ഓർത്തുകൊണ്ട് മുമ്പോട്ട് പോകാമെന്ന് താല്പര്യപ്പെടുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ അടുക്കൽ വന്ന് ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഈ ദൈവാലയത്തിൻ്റെ പണിയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം കർത്താവ് അവരോട് മറുപടി പറഞ്ഞത്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ അടുക്കൽ ശിഷ്യന്മാർ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ വന്ന് ചോദിക്കുകയാണ്, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന് ലോകാവസാനത്തിന് അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണം എന്ന് അവർ കർത്താവിനോട് ചോദിച്ചു. അപ്പോൾ കർത്താവ് അതിൻ്റെ ലക്ഷണങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയുകയാണ്. ഇത് ഈ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകും എന്നുള്ള കാര്യവും തൻ്റെ രണ്ടാം വരവിൻ്റെ ലക്ഷണവും വേറെ വേറെ ആയിട്ടല്ല, ഒന്നിച്ചാണ് മറുപടി പറഞ്ഞത്. അതിൻ്റെ കാരണം നമ്മൾ കണ്ടെത്തിയത്, AD 70 കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ദൈവാലയം നശിച്ചുവെങ്കിലും ദൈവാലയത്തിൻ്റെ പുറമതിലായിരിക്കുന്ന ആ വിലാപ മതിൽ എന്നറിയപ്പെടുന്ന മതിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല യെരൂശലേം ദൈവാലയം മാത്രമല്ല, നഗരമെല്ലാം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിക്കും എന്ന് കർത്താവ് പറഞ്ഞത് ലൂക്കോസ് 19:42 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സംഭവിക്കുന്നത് കർത്താവിൻ്റെ രണ്ടാം വരവിനോട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിക്കുന്നതും തൻ്റെ രണ്ടാം വരവും കർത്താവിൻ്റെ ആ മറുപടിയിൽ ഒരുപോലെ പറഞ്ഞു പോവുകയാണ്. കാരണം ഇത് സംഭവിക്കുന്നത് രണ്ടാം വരവിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ രണ്ട് കാര്യങ്ങളും സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചോദ്യത്തിന് മറുപടി വേറെ വേറെ പറയാത്തത് എന്ന് നമ്മൾ കാണുകയുണ്ടായി. കർത്താവ് രണ്ടാം വരവിൻ്റെ ലക്ഷണത്തെക്കുറിച്ച് മത്തായി 24-ൽ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കണ്ടു. അനേകരെ തെറ്റിച്ച് കളയുന്ന ദുരുപദേശങ്ങൾ ഉണ്ടാകുമെന്ന് കർത്താവ് പറഞ്ഞതായിട്ട് നമ്മൾ കണ്ടു. വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ തെറ്റിച്ച് കളയരുത് എന്ന് ദൈവവചനത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ വായിക്കുകയുണ്ടായി. അങ്ങനെ ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത് എന്ന് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിലും എഴുതിയിരിക്കുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് ചതികൾ ധാരാളം ഉണ്ടാകുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചിലര് വരുമെന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞാൻ ക്രിസ്തുവാണെന്ന് പറഞ്ഞുകൊണ്ട് വരും, പിന്നെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ പലരെയും ഉപദേശങ്ങളാൽ തെറ്റിച്ച് കളയും. ക്രിസ്തുവിൻ്റെ നാമം പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ആധികാരികമായ വചനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭൂതങ്ങളുടെ ഉപദേശം പറയുമെന്നാണ് 1 തിമോഥെയോസ് 4:1 നമ്മൾ കാണുന്നത്. അപ്പോൾ ഭൂതങ്ങളുടെ ഉപദേശവും സ്വീകരിച്ചുകൊണ്ട് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ അനേകർ വിശ്വാസം വിട്ടുകളയുമെന്നും അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ വിശ്വാസത്തിൽ നിന്ന് അനേകർ വീണു പോകുന്ന കാര്യം സംഭവിക്കും, അതും ഒരു ലക്ഷണമാണ്. അതുപോലെ കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും വന്ന് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചു കഴിയുമെങ്കിൽ വ്രതന്മാരെ കൂടെ തെറ്റിക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളത് കർത്താവ് ഒരു ലക്ഷണമായിട്ട് പറയുകയുണ്ടായി. അതുപോലെ യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ യുദ്ധങ്ങളെ കുറിച്ച് കേൾക്കും, യുദ്ധം ഇതാ വരുന്നു എന്നുള്ള ശ്രുതികളെ കുറിച്ച് കേൾക്കും. അപ്പോൾ ഇത് പഴയ കാലങ്ങളിലൊക്കെ ഇത് ഉണ്ടായിട്ടുള്ളതാണ്. 2 ലോകമഹായുദ്ധങ്ങൾ തന്നെ ലോകത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും അതുപോലെയല്ല, വിശ്വാസികളായ അല്ലെ ദൈവമക്കളായിരിക്കുന്നവരോട് തന്നെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അത് കേട്ട് ചഞ്ചലപ്പെടരുത്, ഭ്രമിച്ചു പോകരുത്, ഞെട്ടിപ്പോകരുത് എന്നൊക്കെ ചില വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുൻപ് നടന്നതുപോലെ അല്ല, ഇപ്പോൾ ഇതാ മുഴുവൻ അവസാനിക്കുവാൻ പോകുന്നു എന്നുള്ള നിലയിൽ വിശ്വാസികൾ പോലും ഞെട്ടിപ്പോകുന്ന അല്ലെങ്കിൽ ഭ്രമിച്ചു പോകുന്ന തരം യുദ്ധങ്ങൾ ഇനി ഭാവിയിൽ ഉണ്ടാകുമെന്ന് നമ്മൾ കണ്ടു. യെരൂശലേമിനെതിരെ അല്ലെങ്കിൽ യഹൂദ രാജ്യത്തിനെതിരെ, ഇസ്രായേൽ രാജ്യത്തിനെതിരെ, യഹൂദന്മാർക്കെതിരെ ചുറ്റുമുള്ള രാജ്യങ്ങൾ ചേർന്ന് ഒരു വലിയ യുദ്ധം നടക്കുമെന്നുള്ളത് സഖരിയാവ് 12:1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുകയുണ്ടായി. അങ്ങനെ ഒരു വലിയ യുദ്ധമാണ് ഇസ്രായേലിനെതിരെ ഭാവിയിൽ നടക്കുവാൻ പോകുന്നത്
എന്നുള്ളതും അതൊരു ലക്ഷണമായിട്ട് കർത്താവിന്റെ രണ്ടാം വരവിന് മുൻപായിട്ട് നടക്കേണ്ടുന്ന കാര്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടു. മറ്റൊരു കാര്യം, യഹൂദന്മാരിൽ അനേകർ രക്ഷിക്കപ്പെടുമെന്നുള്ളതാണ്. കർത്താവിന്റെ വരവിന് മുൻപായിട്ട് അനേക യഹൂദന്മാര് രക്ഷിക്കപ്പെടും. അവര് തങ്ങൾ കുത്തിവെങ്കിലേക്ക് നോക്കുകയും അവര് മാനസാന്തരപ്പെട്ട് യേശുവിന്റെ സുവിശേഷം സ്വീകരിച്ച് സഭയോട് ചേർക്കപ്പെടുമെന്നാണ് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. ഒലിവ് മരം എന്നുള്ള നിലയിൽ കർത്താവിന്റെ വചനം സഭയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒലിവ് മരം ആത്മീക ഇസ്രായേലാണ്, അത് സഭയാണ്. ആ ഒലിവ് മരത്തിലേക്ക് സ്വാഭാവിക കൊമ്പുകളായ യഹൂദന്മാരെ ചേർത്തൊട്ടിക്കുമെന്നാണ് നമ്മൾ കാണുന്നത് റോമർ 11-ാം അധ്യായത്തിലാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, കാട്ടൊലിവായി നിന്നെ ഒട്ടിച്ചു ചേർത്തെങ്കിൽ സ്വാഭാവിക കൊമ്പുകളെ എത്ര അധികമായിട്ട് ഒട്ടിക്കുമെന്നാണ്. അപ്പൊ സ്വാഭാവിക കൊമ്പുകളായി യഹൂദന്മാരെ സഭയോട് ചേർത്ത് ഒട്ടിക്കുമെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അതല്ലാതെ മറ്റൊരു രക്ഷാമാർഗം യഹൂദന്മാർക്ക് നൽകിയിട്ടില്ല. കർത്താവ് സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുവാനായിട്ട് കർത്താവ് കൽപ്പിക്കുകയുണ്ടായി ശിഷ്യന്മാരോട്. അതുപോലെ ആ വിഷയം മത്തായി എഴുതിയിരിക്കുന്നത്, സകല ജനതകളോടും സുവിശേഷം അറിയിച്ച് അവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കണമെന്നാണ്. അങ്ങനെയാണ് സകല ജാതികളെയും ശിഷ്യരാക്കുവാനായിട്ട് കർത്താവ് പറഞ്ഞത്. ഇതിൽ യഹൂദജാതി മാറി നിൽക്കുന്നില്ല, അല്ലെങ്കിൽ അത് മാറ്റി നിർത്തിയല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ യഹൂദജാതി ഉൾപ്പെടെയുള്ള സകല ജാതികളെയും സകല ജനതകളെയും, ഓൾ ദ നേഷൻസ് എന്നാണ് നമ്മൾ കാണുന്നത്. എല്ലാ ജനതകൾക്കും ഉള്ള രക്ഷാമാർഗം അത് ഈ സുവിശേഷം മൂലമാണ്. അത് ലോകാവസാനം വരെയുള്ള കാര്യമാണെന്ന്, ഞാനോ ലോകാവസാനം വരെ നിങ്ങളോടുകൂടെ ഉണ്ട് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മത്തായി 28-18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട്. അപ്പോൾ ലോകാവസാനം വരെയുള്ളതായ കാര്യം നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നതാണ് യഹൂദന്മാർക്കുമുള്ള രക്ഷാമാർഗം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് ഇന്ന് പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്, കർത്താവിന്റെ വരവിന് മുൻപായിട്ട് നടക്കുന്ന ഒരു പ്രധാന ലക്ഷണമാണ് അധർമ്മമൂർത്തിയുടെ നേതൃത്വത്തിലുള്ള ഏകലോക ഭരണം. ഏകലോകവും ഏക മതവും ഭാവിയിൽ ലോകത്തിൽ നിലവിൽ വരുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മൾ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ടു വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അപ്പൊ കർത്താവിന്റെ വചനം ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ആദ്യമേ എന്ന് പറഞ്ഞാൽ ഏത് വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ മുൻപേ, അതായത് ഒന്നാമത് ഈ സംഭവം നടക്കുന്നതിന് മുൻപേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് സഭ ഇവിടെ നിന്ന് മാറ്റപ്പെട്ട ശേഷമാണ് അധർമ്മമൂർത്തി പ്രത്യക്ഷമാകുന്നത് എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്. പക്ഷെ ദൈവവചനം ഇവിടെ എന്ത് പറയുന്നു? കർത്താവിന്റെ പ്രത്യക്ഷതയും കർത്താവിന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം, നാശയോഗ്യന അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. ഇവിടെ കർത്താവിന്റെ ദിവസമെന്നും കർത്താവിന്റെ നാളെന്നും ക്രിസ്തുവിന്റെ നാളെന്നും മനുഷ്യപുത്രന്റെ ദിവസമെന്നും ഒക്കെ ദൈവവചനത്തിൽ യേശു കർത്താവിന്റെ 2-ാം വരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കർത്താവിന്റെ 2-ാം വരവിന്റെ ദിവസത്തെക്കുറിച്ചാണ് കർത്താവിന്റെ ദിവസം, കർത്താവിന്റെ നാള്, ക്രിസ്തുവിന്റെ നാള്, മനുഷ്യപുത്രന്റെ ദിവസം എന്നൊക്കെ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. കർത്താവ് നേരിട്ടും പറഞ്ഞിട്ടുണ്ട്. മറ്റ് ദൈവ ഭക്തന്മാര് അത് പരിശുദ്ധാത്മാവിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്.
അപ്പൊ കർത്താവിന്റെ ദിവസം, കർത്താവിന്റെ രണ്ടാം വരവിന്റെ ദിവസമാണ്. അങ്ങനെ ക്രിസ്തുവിന്റെ നാളിൽ നമ്മൾ കർത്താവിന്റെ അടുക്കലേക്ക് ചേർക്കപ്പെടുന്ന സമാഗമനം സംഭവിക്കും. അപ്പോൾ അത് സംഭവിക്കുന്നതിന് മുൻപ് ആദ്യമേ വിശ്വാസത്യാഗം, വിശ്വാസം ത്യജിക്കുന്ന അനുഭവം ഉണ്ടാകും എന്നിവിടെ പറയുന്നു. പിന്നെ അധർമ്മമൂർത്തി വെളിപ്പെടുകയും വേണം. അപ്പോൾ ഒന്നാമതായിട്ട് വിശ്വാസം ത്യജിക്കുന്ന അനുഭവം, വിശ്വാസം ഉപേക്ഷിക്കുന്ന അനുഭവത്തെ കുറിച്ചാണ്. വിശ്വാസികൾ അനേകർ വിശ്വാസം ഉപേക്ഷിക്കുമെന്നുള്ളത് കർത്താവിന്റെ രണ്ടാം വരവിന്റെ മുൻപായിട്ട് നടക്കുന്ന ഒരു ലക്ഷണമായിട്ട് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് അപ്പോസ്റ്റസിയ എന്നുള്ള ഒരു വാക്കാണ്. ഇത് മറ്റൊരു വേദഭാഗത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 21:21 നമ്മൾ അത് കാണുന്നുണ്ട്. മോശയെ ഉപേക്ഷിച്ച് കളയുവാൻ നീ ഉപദേശിക്കുന്നു എന്ന് യഹൂദന്മാർ നിന്നെക്കുറിച്ച് ധരിച്ചിട്ടുണ്ട് എന്ന് അപ്പോസ്തലനായ പൗലോസിനോട് മറ്റ് ശിഷ്യന്മാർ പറയുന്നതാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഉപേക്ഷിച്ച് കളയുക എന്നുള്ള, മോശയെ ഉപേക്ഷിച്ച് കളയുന്നു എന്ന് നിന്നെക്കുറിച്ച് അങ്ങനെ ഉപദേശിക്കുന്നു എന്ന് ധരിച്ചിരിക്കുന്നു എന്നുള്ള ആ വാക്കാണ് അപ്പോസ്റ്റസിയ, ഉപേക്ഷിച്ച് കളയുക. അപ്പൊ ഇവിടെ വിശ്വാസം ഉപേക്ഷിച്ച് കളയുന്ന കാര്യമാണ് 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിലും പറഞ്ഞിരിക്കുന്നതെന്ന് ചുരുക്കം. അപ്പൊ വിശ്വാസികൾ വിശ്വാസം ഉപേക്ഷിച്ച് കളയുന്ന അനുഭവം തീർച്ചയായിട്ടും കർത്താവിന്റെ രണ്ടാം വരവിന് മുൻപായിട്ടുണ്ടാകും. അത് നമ്മൾ നേരത്തെ കണ്ടു. 1 തിമോഥെയോസ് 4:1 അന്ത്യകാലത്ത് മനുഷ്യർ ഭൂതങ്ങളുടെ ഉപദേശത്തിൽ ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പൈശാചിക ഉപദേശങ്ങൾ ഇവിടെ ക്രിസ്തീയ ഉപദേശമാണ് എന്ന് തോന്നിപ്പിക്കുന്ന നിലയിൽ ഉപദേശിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഉപദേശങ്ങൾ കേട്ടിട്ട് അനേകർ വിശ്വാസം വിട്ടുകളയും. ഇനി അത് മാത്രമല്ല, ലോകസ്നേഹം വർദ്ധിച്ചു വരികയാണ്. വിശ്വാസികളുടെ ഇടയിലും ആത്മീക താല്പര്യങ്ങളെല്ലാം കുറഞ്ഞു വരികയും ദൈവവചനത്തോടുള്ള സ്നേഹത്തെക്കാൾ അധികം ലൗകികമായ മോഹങ്ങൾ ഒക്കെ വർദ്ധിച്ചു വരികയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മളായിരിക്കുന്നത്. 2 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ അവിടെ നമ്മൾ കാണുന്നത് പഴയ നിയമകാലങ്ങളെ കുറിച്ച് അവിടെ പറയുകയാണ്. കള്ളപ്രവാചകന്മാർ ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ, അതായത് ക്രിസ്തീയ വിശ്വാസികളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടുമെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അനേകര് ഈ ദുരുപദേശങ്ങൾ കേട്ട് അധാർമിക ജീവിതം നയിക്കുന്ന ആളുകളുടെ ആ ഉപദേശങ്ങൾ കേട്ടിട്ട് അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ, അധാർമിക മോഹങ്ങളെല്ലാം അനുകരിച്ചിട്ട് ദൈവ മക്കൾ എന്നുള്ള നിലയിൽ ലോകം ദുഷിക്കുന്ന ഒരു അവസ്ഥ, ദൈവമക്കളെ ദുഷിക്കുന്ന അവസ്ഥ ഉണ്ടാകുമെന്നാണ് കാണുന്നത്. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അപ്പൊ ക്രിസ്തീയ വിശ്വാസികൾ ദുഷിക്കപ്പെടുന്ന നിലയിൽ അനേകര് വിശ്വാസം ഉപേക്ഷിച്ച് ലൗകിക മോഹങ്ങളിലും മ്ലേച്ഛതകളിലും അകപ്പെട്ടു പോകുമെന്നാണ് ഈ 2 പത്രോസ് 2:1-2 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. അപ്പൊ ഇങ്ങനെ അനേകര് വിശ്വാസം ഉപേക്ഷിച്ച് കളയുന്നത് കർത്താവിന്റെ രണ്ടാം വരവിന്റെ ലക്ഷണമാണ്. അതുകൊണ്ട് നമ്മൾ അനേകരും വിശ്വാസം ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ വിഷമിക്കണ്ട. ഇതൊക്കെ ദൈവവചനത്തിൽ എഴുതിയിട്ടുള്ള കാര്യമാണ്, അതൊക്കെ സംഭവിക്കും. കർത്താവിനോടുള്ള സ്നേഹവും ബന്ധവും ഇല്ലാത്ത, അല്ലെങ്കിൽ അത് അല്പം മാത്രമുള്ളവരുടെയൊക്കെ വിശ്വാസം തണുത്ത് പോകും. അവർ അവസാനം വിശ്വാസം പൂർണ്ണമായി ഉപേക്ഷിക്കും. അങ്ങനെ പുറമെ വിശ്വാസം പേരിന് വേണ്ടി മാത്രമായിട്ട് ജീവിക്കുന്ന ആളുകൾ ധാരാളം ഉണ്ടായിരിക്കും എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ഇതും കർത്താവിന്റെ രണ്ടാം വരവിന്റെ ലക്ഷണമാണ്. കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു എന്നുള്ള പ്രത്യാശ കൊണ്ട് നിറയുവാൻ ദൈവം നമുക്ക് ഇടയാക്കി തീർക്കട്ടെ. അപ്പൊ അങ്ങനെ വിശ്വാസം ഉപേക്ഷിക്കുകയും തുടർന്ന് നാശയോഗ്യന് അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണമെന്നാണ് ഇവിടെ ഈ വേദഭാഗം പറയുന്നത്. ഇത് കർത്താവിന്റെ രണ്ടാം വരവിന്റെ ലക്ഷണമാണ്. കർത്താവിന്റെ രണ്ടാം വരവിന്റെ മുൻപായിട്ടാണ് അധർമ്മമൂർത്തി വെളിപ്പെടുന്നത്. ഈ സഭ ഇവിടെ നിന്നും പോയതിന് ശേഷമല്ല, കർത്താവിന്റെ രണ്ടാം വരവോടുകൂടിയാണ് അധർമ്മമൂർത്തി നശിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത്
ഈ തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും, അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കർത്താവിന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താലാണ് അവൻ നശിപ്പിക്കപ്പെടുന്നത് എന്ന് പറയുമ്പോൾ, കർത്താവിന്റെ 2-ാം വരവിന് മുൻപായിട്ട് അവൻ ഭൂമിയെ കുറച്ചു കാലം ഭരിക്കുകയും കർത്താവിന്റെ വരവോടുകൂടെ അവനെ നശിപ്പിച്ചു കളയുകയും ചെയ്യുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കർത്താവിന്റെ 2-ാം വരവ്, അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനം സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ കർത്താവിന്റെ വരവിന് മുൻപായിട്ട് അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും, അവനെ കർത്താവിന്റെ വരവിന്റെ ആ പ്രത്യക്ഷതയുടെ പ്രഭാവത്തിൽ കർത്താവ് നശിപ്പിച്ചു കളയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഏകലോക ചക്രവർത്തി ആയിരിക്കുന്ന അധർമ്മമൂർത്തി കർത്താവിന്റെ 2-ാം വരവിന് മുൻപാണ് വെളിപ്പെടുന്നത്. മുൻപേ വിശ്വാസത്യാഗം സംഭവിക്കുകയും, ആദ്യം വിശ്വാസത്യാഗം സംഭവിക്കുകയും പിന്നെ അധർമ്മമൂർത്തി വെളിപ്പെടുകയും വേണമെന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ ഈ അധർമ്മമൂർത്തി എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തി അധർമ്മത്തിന്റെ മൂർത്തീഭാവമാണ്. സകലവിധ കൊള്ളരുതാത്ത സ്വഭാവങ്ങളുള്ള ഒരു മനുഷ്യനാണ്. ദ മാൻ ഓഫ് സിൻ എന്നാണ് ഇംഗ്ലീഷിൽ കാണുന്നത്. അപ്പൊ മനുഷ്യൻ, എല്ലാ പാപങ്ങളും സകല മ്ലേച്ഛതകളും ജീവിതത്തിലുള്ള ഒരു മനുഷ്യനാണ് ഈ ആള് എന്നുള്ളതാണ്. അധർമ്മത്തിന്റെ മൂർത്തീഭാവമാണ്. അതുകൊണ്ടാണ് അധർമ്മമൂർത്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ അധർമ്മത്തിന്റെ മൂർത്തീഭാവമായ ഈ വ്യക്തി പക്ഷെ സ്വയം ദൈവമായിട്ട് തന്നെ പറയുന്ന ആളാണ്. സ്വയം തന്നെ ദൈവമാക്കുന്ന ആളാണെന്നാണ് ഈ വേദഭാഗം പറയുന്നത്. 2 തെസ്സലോനിക്കർ 2-ന്റെ 4-ാം വാക്യം നോക്കുക. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ വിഷയം എന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. ദൈവമെന്നോ വിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള ഒരു മതങ്ങളിൽപ്പെട്ടവരെയും തങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെ ആരാധിക്കാനായിട്ട് സമ്മതിക്കുകയില്ല. അപ്പോൾ ഈ മനുഷ്യൻ സകല മതങ്ങളിലുള്ളവരുടെ ദൈവമായിട്ട് തന്നെ അവരോധിക്കുകയാണ്. ഇനി അത് മാത്രമല്ല, ദൈവസഭയാകുന്ന ദൈവാലയത്തിലും ദൈവമായിട്ട് സ്വയം തന്നെ കാണിച്ചുകൊണ്ടിരിക്കുമെന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ അവൻ ദൈവാലയത്തിൽ ഇരുന്ന് ദൈവമെന്ന് നടിച്ചു, ദൈവമെന്നോ പൂജാവിഷയമോ എന്നോ പേരുള്ള സകലത്തിന് മീതെ തന്നെത്താൻ ഉയർത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദൈവം എന്ന പേരുള്ള സകലത്തിനും മീതെ എന്ന് പറയുമ്പോൾ സത്യദൈവത്തിനും മീതെ അവൻ തന്നെത്താൻ ഉയർത്തും. സത്യദൈവം ഞാനാണ്, എല്ലാ മതങ്ങളിൽപ്പെട്ടവരുടെ ദൈവം ഞാനാണ് എന്നുള്ളതാണ് ഇയാൾ സ്വയം അവകാശപ്പെടുന്നത്. സഭയിലും അങ്ങനെ തന്നെ അവകാശപ്പെടും. ഇവിടെ ദൈവാലയത്തിൽ ഇരിക്കുമെന്ന് പറയുമ്പോൾ ഏതോ ഒരു കെട്ടിടത്തിൽ, പ്രത്യേകിച്ച് ചിലര് വിചാരിക്കുന്നത് യഹൂദന്മാർ ഒരു ദൈവാലയം അവിടെ യെരൂശലേമിൽ പണിയും, ആ ദൈവാലയത്തിൽ ഈ അധർമ്മമൂർത്തി ഇരിക്കുമെന്നൊരു തെറ്റിദ്ധാരണ അനേകർക്കും ഉണ്ട്. അവിശ്വാസികളായ യഹൂദന്മാർ ഒരു കെട്ടിടം പണിതിട്ട് അതിന് ദൈവാലയം എന്ന് പേരിട്ടാലും അതൊരിക്കലും ദൈവാലയമാകുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദൈവാലയം എന്ന് വ്യക്തമായിട്ടും തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവസഭയെയാണ്, ക്രിസ്തുവിന്റെ സഭയെ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. 1 തിമോഥെയോസ് 3:15 നമ്മളത് കാണുന്നുണ്ട്. ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയം, ആ സഭയാണ് ദൈവാലയം. ആ ദൈവാലയത്തിലാണ് അധർമ്മമൂർത്തി താൻ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവരോധിക്കും, ദൈവമായി അവരോധിക്കുകയാണ്. 2 കൊരിന്ത്യർ 6:16 വാക്യത്തിലും ദൈവത്തിന്റെ ആലയം സഭയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 തിമോഥെയോസ് 3:15 2 കൊരിന്ത്യർ 6:16 ദൈവാലയം സഭയാണ് എന്ന് വ്യക്തമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല മറ്റനേക വേദഭാഗങ്ങളുണ്ട്, എല്ലാം ഇവിടെ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ദൈവാലയമായ സഭയിൽ ഞാനാണ് ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും എന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞ് സ്വയം ദൈവമായിട്ട് അവരോധിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ അധർമ്മമൂർത്തി. അതുപോലെ സഭയിൽ മാത്രമല്ല, എല്ലാ മതങ്ങളിൽപ്പെട്ടവരോടും പറയുന്നത് എല്ലാവരുടെയും ദൈവം ഞാനാണ്, എല്ലാ മതങ്ങളിൽപ്പെട്ട ആളുകളുടെയും ദൈവം ഞാനാണ് എന്ന് ആ ആള് പറയുകയും അവകാശപ്പെടുകയും അങ്ങനെ
ആ ആള് ദൈവം അല്ല എന്നറിയാവുന്ന ആളുകൾ അദ്ദേഹത്തെ ആരാധിക്കാൻ കൂട്ടാക്കാതിരിക്കുമ്പോൾ അവർക്കെതിരെ തീർച്ചയായിട്ടും ഉപദ്രവങ്ങളും അതുപോലെ അവരെ കൊല്ലുന്ന അനുഭവമൊക്കെ ഉണ്ടാകുമെന്നാണ് ഈ വേദഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും ദൈവമായിട്ട് സ്വയം തന്നെ അവരോധിക്കുന്ന ആള് സഭ എന്ന ദൈവാലയത്തിലും സ്വയം ദൈവമാക്കിയിരിക്കും. പക്ഷേ ദൈവമക്കൾ വാസ്തവത്തിൽ അയാളെ ദൈവമായിട്ട് ആരാധിക്കാനായിട്ട് സമ്മതിക്കുകയില്ല, അല്ലെങ്കിൽ ആരാധിക്കുകയില്ല. ആരാധിക്കാൻ കൂട്ടാക്കാതിരിക്കുമ്പോൾ അവർക്ക് ഉപദ്രവവും അവരെ കൊല്ലുന്ന അനുഭവമാണ് ഭാവിയിൽ ഉണ്ടാകുന്നതെന്ന് തിരുവചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അധർമ്മത്തിന്റെ മൂർത്തിഭാവമാണ് എന്ന് പറഞ്ഞിരിക്കുന്നതോടൊപ്പം തന്നെ ഇദ്ദേഹം ഏകലോക ചക്രവർത്തിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏകലോക ചക്രവർത്തി എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ മുഴുവൻ അധിപനായിട്ട് ഇദ്ദേഹം തീരും, അധിപനായിട്ട് അധികാരം പ്രാപിക്കുമെന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ഏകലോക ചക്രവർത്തിയെ ഒരു മൃഗം എന്നുള്ള നിലയിൽ പ്രതീകാത്മകമായിട്ട് വെളിപ്പാട് 13-ന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. വെളിപ്പാട് 13-ന്റെ 1-ൽ നമ്മൾ വായിക്കുന്നത്, അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു എന്നാണ്. അപ്പോൾ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗമായിട്ട് പ്രതീകാത്മകമായിട്ട് ഈ ഏകലോക ചക്രവർത്തിയെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഈ ആള് എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇയാളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, മനുഷ്യരുടെ പ്രതികരണത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വെളിപ്പാട് 13-ന്റെ 4-ൽ നമുക്ക് വായിക്കാം. മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. മൃഗത്തോട് തുല്യനാർ, അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞ് മൃഗത്തെയും നമസ്കരിച്ചു. അപ്പൊ സർവ്വഭൂമിയും ഭൂവാസികളെല്ലാം മൃഗത്തെ കണ്ട് വിസ്മയിച്ചു എന്നാണ് 3-ാം വാക്യത്തിന്റെ ഒടുവിൽ പറയുന്നത്. അപ്പൊ ഇതുപോലെ ലോകം മുഴുവൻ അധികാരം പ്രാപിക്കുന്ന ഒരു വ്യക്തിയെ മനുഷ്യരാരും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഈ ആളെ കണ്ടിട്ട് ലോകം അതിശയിക്കുകയാണ്. ഈ അധികാരിയോട് മത്സരിക്കാനായിട്ട് ആർക്ക് പറ്റും? സകല ലോകവും ഒരു മനുഷ്യന്റെ അധികാരത്തിന് കീഴിൽ വന്നിരിക്കുന്ന ആ ഒരു അനുഭവത്തിൽ ഇയാളോട് എതിർത്ത് നിൽക്കാനായിട്ട് ആർക്ക് കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ആളെ ദൈവമായിട്ട് ആരാധിക്കുമെന്നാണ് ഇവിടെ തിരുവചനം പറയുന്നത്. ഈ വെളിപ്പാട് 13-ന്റെ 6 വായിക്കാം. അത് ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവനെയും ദൂഷിക്കുവാൻ ദൈവദൂഷണത്തിനായി വായു തുറന്നു. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുവാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. ദൈവത്തിന്റെ നാമത്തെ ദൂഷിക്കുന്നു, അവന്റെ കൂടാരത്തെ, സ്വർഗത്തിൽ വസിക്കുന്നവരെ. അപ്പൊ സ്വർഗത്തെ ദൂഷിക്കുന്നു, സ്വർഗത്തിലുള്ള ദൈവത്തെ സ്തുതിക്കുന്നു, സ്വർഗത്തിൽ വസിക്കുന്ന ദൈവദൂതന്മാരെ ദൂഷിക്കുന്നു. അങ്ങനെ ദൈവദൂഷണം പറയുന്നതായിട്ടുള്ള ഈ വ്യക്തിക്ക് ഒരു കുഴപ്പവും വരികയില്ല. അപ്പൊ ഇത് കണ്ട ആളുകൾ വിചാരിക്കും, ഒരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇവനോട് ഇങ്ങനെ പറയാനായിട്ട് സമ്മതിക്കുകയില്ലായിരുന്നു. അപ്പം ദൈവമൊന്നും ഇല്ല, ഇവനാണ് ദൈവം, അവൻ ദൈവമാണെന്ന് പറയുന്നത് ശരി. അതുകൊണ്ടാണ് സത്യദൈവം വേറെ ഉണ്ടെങ്കിൽ ഇവൻ ഇങ്ങനെ പറയുന്നത് സ്വർഗത്തെയും യേശുക്രിസ്തു ഞാനാണെന്നാണ് അയാൾ അവകാശപ്പെടുന്നത്. അപ്പൊ അങ്ങനെ എല്ലാവിധത്തിലും ദൈവത്തെക്കാൾ തന്നെ ഉയർത്തുന്ന ഒരു ദുഷ്ട സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് ഈ അധർമ്മ മൂർത്തി. അപ്പോൾ ഇവിടെ ഇതെല്ലാം നേരത്തെ തിരുവചനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ആള് വരും, ആള് ദൈവത്തെ ദൂഷിക്കും, സ്വയം തന്നെ ദൈവമാക്കും. ഇതെല്ലാം എഴുതി തന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഇത് സംഭവിക്കുമ്പോൾ വിസ്മയിക്കുകയില്ല, ലോകം വിസ്മയിക്കും. കാരണം ഇങ്ങനെ ഒരു അനുഭവം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ലോകം മുഴുവൻ ഒരാളുടെ കീഴിലാകും. ഇവിടെ കണ്ടോ, 7-ാം വാക്യത്തിൽ വെളിപ്പാട് 13-ന്റെ 7 പറയുന്നു, വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്തവരെ ജയിക്കുവാനും അതിന് അധികാരം ലഭിച്ചു. ദൈവമക്കളായ ക്രിസ്തീയ വിശ്വാസികളോട് പോരാടി അവരെ കൊന്നുകളയുവാനായിട്ടുള്ള അധികാരം അവന് ലഭിച്ചിരിക്കുകയാണ്. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരവും ലഭിച്ചു. കണ്ടോ, ലോകത്തിലുള്ള എല്ലാ നേഷൻസിന്റെ മേലും, എല്ലാ രാജ്യങ്ങളുടെ മേലും ഈ ആൾക്ക് അധികാരം ലഭിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ലഭിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഇവിടെ അത് സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ള നിലയിൽ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏകലോക ചക്രവർത്തിയാണ്. ലോകത്തിലുള്ള എല്ലാ ഗോത്രങ്ങളും വംശങ്ങളും ഭാഷകളും ജാതികളും അവന്റെ അധികാരത്തിന് കീഴിലായി ഭരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ മൃഗം എന്നുള്ള ഒരു പ്രതീകം അത് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നതാണ്.
ദാനിയേൽ 7-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന 4 മൃഗങ്ങളെ കുറിച്ച് കാണുന്നുണ്ട്. അത് നമ്മൾ പഠിക്കുമ്പോൾ വേദ പഠനം നടത്തുന്നവർക്കെല്ലാം അത് അറിയാവുന്ന കാര്യമാണ്. അവിടെ ഒരു സിംഹത്തിന് തുല്യമായ ഒരു മൃഗം കയറി വരുന്നു, അതുപോലെ കരടി കയറി വരുന്നു, പുള്ളിപ്പുലി വരുന്നു, പിന്നെ ഒരു ഘോരമൃഗം വരുന്നു. ഇത് വചനം പഠിക്കുന്നവർക്കറിയാം, ഭാവി കാലത്ത് ലോകത്തെ ഭരിക്കുവാൻ പോകുന്ന ലോക സാമ്രാജ്യങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തുവാൻ, ആ ലോക സാമ്രാജ്യങ്ങളെ ഭരിക്കുന്ന ഭരണത്തലവനെ കാണിക്കുവാൻ ദൈവം നൽകിയ ഒരു പ്രതീകമാണ് ഈ മൃഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ സിംഹം എന്ന് പറയുന്നത് ബാബിലോൺ സാമ്രാജ്യത്തെയും അതിൻ്റെ ഭരണകർത്താവിനെയും കാണിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന സംശയമില്ലാത്തതുമായ കാര്യമാണ്. അതുപോലെ അതിന്റെ പിന്നാലെ വന്ന കരടി എന്ന് പറയുന്നത് മേദ്യപെർഷ്യ സാമ്രാജ്യം, മേദ്യപെർഷ്യൻ സാമ്രാജ്യം ബാബിലോൺ സാമ്രാജ്യത്തെ കീഴടക്കി അധികാരത്തിൽ വന്ന ഒരു സാമ്രാജ്യമാണ്. അതിനുശേഷം പുള്ളിപ്പുലിക്ക് സദൃശമായ മറ്റൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറിയത് ഗ്രീക്ക് സാമ്രാജ്യമാണ്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ നേതൃത്വത്തിലുള്ള യവന സാമ്രാജ്യം അല്ലെങ്കിൽ ഗ്രീക്ക്, ആ സാമ്രാജ്യം മേദ്യപെർഷ്യ സാമ്രാജ്യത്തെ കീഴടക്കിക്കൊണ്ട് അധികാരം പ്രാപിച്ചു. അതിനുശേഷം വരുന്ന ഒരു ഘോരമൃഗം, അത് റോമൻ സാമ്രാജ്യമാണ് എന്ന് വേദപഠിതാക്കൾക്കെല്ലാം അറിയാവുന്നതാണ്. അങ്ങനെ റോമൻ സാമ്രാജ്യവും അലക്സാണ്ടർ ചക്രവർത്തിയുടെ അധികാരത്തിന് എവിടെയൊക്കെ ഉണ്ടായിരുന്നോ അവിടെയെല്ലാം പിന്നീട് റോമൻ അധികാരം വന്നു. അങ്ങനെ റോമൻ സാമ്രാജ്യവും നിലവിൽ വന്നു. അപ്പൊ ഇതൊക്കെ ദൈവവചനത്തിൽ ഇതെല്ലാം സംഭവിക്കുന്നതിന് മുൻപേ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് ഈ ബൈബിൾ ദൈവവചനമാണെന്നുള്ളതിന് ഒരു തെളിവാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ബൈബിൾ ദൈവവചനമാണ് എന്നുള്ളതിന് ശക്തമായ ഒരു തെളിവാണ്. ഭാവിയിൽ സംഭവിക്കുവാനുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി തരികയും പിന്നീട് അതുപോലെ തന്നെ ലോകത്തിൽ സംഭവിക്കുകയും ചെയ്തത് ഈ തിരുവെഴുത്ത് ദൈവവചനമാണെന്നുള്ളതിന്റെ തെളിവാണ്. അങ്ങനെ ബാബിലോൺ സാമ്രാജ്യം, മേദ്യപെർഷ്യ സാമ്രാജ്യം, ഗ്രീക്ക് സാമ്രാജ്യം, റോമൻ സാമ്രാജ്യം എന്നിവയൊക്കെ ലോകത്തിൽ നിലവിൽ വന്നതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതെല്ലാം സംഭവിക്കുന്നതിന് മുൻപേ ദൈവം ഇത് വെളിപ്പെടുത്തി തന്നു. അതുപോലെ ഇനി ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന അധർമ്മമൂർത്തിയുടെ സാമ്രാജ്യത്തെ കുറിച്ചും ദൈവവചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തി തന്നിരിക്കുന്നതാണ് ഈ വെളിപ്പാട് 13-ാം അധ്യായം. ഇവിടെയുള്ള മൃഗം സിംഹത്തിന്റെ വായുള്ളതാണ്, പുള്ളിപ്പുലിക്ക് സദൃശ്യമാണ്, കരടിയുടെ കാൽ പോലെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം പണ്ടുണ്ടായിരുന്ന സാമ്രാജ്യത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും ഇവിടെ ഈ മൃഗത്തിലുണ്ട്. അവയുടെ ആ പല വിധത്തിലുള്ള സംസ്കാരങ്ങളും നിയമങ്ങളും ഒക്കെ ഇന്ന് നിലവിലുണ്ട്. ബാബിലോൺ നിയമങ്ങള്, അതുപോലെ മേദ്യപെർഷ്യ ഗ്രീക്ക് നിയമങ്ങളും ഒക്കെ ഇന്ന് നിലവിലുണ്ട്. അവയുടെ സംസ്കാരങ്ങളൊക്കെ തുടർന്നു പോരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ എല്ലാ രാജ്യത്തിന്റെ മേലും അധികാരം പ്രാപിക്കുന്ന അധർമ്മമൂർത്തിയെ കുറിച്ച് പറയുവാനും ഈ സമുദ്രത്തിൽ നിന്ന് കയറിയ മൃഗം എന്നുള്ള പ്രതീകമാണ് ഇവിടെ ദൈവവചനത്തിൽ നൽകിയിരിക്കുന്നത്. ഈ മൃഗത്തിന് എല്ലാ രാജ്യങ്ങളിലും ഉൾപ്പെട്ടവർ അധികാരം കൊടുക്കുമെന്നാണ് വെളിപ്പാട് 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. വെളിപ്പാട് 17-ാം അധ്യായത്തിൽ അതിൻ്റെ 12, 13 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഒന്ന് നോക്കാം. നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ, അവർ ഇതുവരെ രാജത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോടൊന്നിച്ച് ഒരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും താനും. ഇവർ ഒരേ അഭിപ്രായമുള്ളവർ, തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. മൃഗത്തിന്റെ 10 കൊമ്പ് 10 രാജാക്കന്മാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 10 രാജാക്കന്മാർ എന്ന് പറഞ്ഞിരിക്കുന്ന 10 എന്നുള്ള സംഖ്യ ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും കാണിക്കുന്ന സംഖ്യയാണ്. അത് ദാനിയേൽ 2-ാം അധ്യായത്തിൽ ഒരു ബിംബത്തെ കുറിച്ച് പറയുമ്പോൾ ബിംബത്തിന്റെ 10 കാൽവിരലുകൾ ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും കാണിക്കുന്നതാണ്. അതുപോലെ ഇവിടെ മൃഗത്തിന്റെ 10 കൊമ്പ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും ഭരണത്തലവന്മാരെ കാണിക്കുന്നു. ഒന്നുകിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി. ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും അതുണ്ട്. ചിലയിടത്ത് രാജാവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ലോകത്തിന്റെ എല്ലാ രാജ്യത്തലവന്മാരും തങ്ങളുടെ അധികാരം ഈ ഒരു അധർമ്മമൂർത്തിക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്നാണ് ഇവിടെ നമ്മൾ കാണുന്ന കാര്യം. ഇവർ ഒരേ അഭിപ്രായമുള്ളവരാണ്. മൃഗത്തിന് തങ്ങളുടെ ശക്തിയും അധികാരവും ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തങ്ങളുടെ അധികാരമെല്ലാം, ഞങ്ങളുടെ മേൽ നീ അധികാരം നടത്തിക്കൊള്ളൂ, ഞങ്ങളുടെ രാജ്യത്തിന്റെ മേൽ നീ അധികാരം നടത്തിക്കൊള്ളൂ,
ഞങ്ങളെല്ലാം നിനക്ക് കീഴ്പ്പെട്ടിരിക്കാമെന്ന് അവർ സമ്മതിച്ചുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുകയാണ്? തങ്ങളുടെ അധികാരമല്ല ഈ മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവന് കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു അനുഭവമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് യാദൃച്ഛികമായിട്ട് നടക്കുന്ന കാര്യമല്ല. ഇതെല്ലാം ദൈവത്തിന്റെ ക്രമീകരണം, ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നടക്കുന്ന കാര്യമാണെന്നുള്ളത് 17-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. വെളിപ്പാട് 17:17. ദൈവത്തിന്റെ വചനം നിവൃത്തിയാകുവോളം തന്റെ ഹിതം ചെയ്യുവാനും ഒരേ അഭിപ്രായം നടത്തുവാനും തങ്ങളുടെ രാജത്വം മൃഗത്തിന് കൊടുക്കുവാനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചു. തങ്ങളുടെ അധികാരം മൃഗത്തിന്, ഏകലോക ചക്രവർത്തിയായ അധർമ്മമൂർത്തിക്ക് ഏൽപ്പിച്ചു കൊടുത്ത് അവന് കീഴ്പ്പെട്ടിരിക്കുവാൻ വേണ്ടി അവർ തയ്യാറായത് ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചിട്ടാണ്. ഇത് ലോകത്തിലുള്ള ഒരു മനുഷ്യർക്കും അറിയാൻ പാടില്ല. ആ കാലത്ത് ഇതൊന്നും ആർക്കും മനസ്സിലാകുകയില്ല. ദൈവമക്കളായ നമ്മൾ ഇത് തിരിച്ചറിഞ്ഞിട്ട് ആ കാലത്ത് ഇത് സംഭവിക്കുന്ന നമ്മുടെ കാലത്താണെങ്കിൽ അന്ന് ഓർത്തുകൊള്ളുക, ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നടക്കുന്ന കാര്യങ്ങളാണ്. ദൈവം ഇത് പണ്ടേ വചനത്തിൽ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇത് ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചത് കൊണ്ടാണ് എല്ലാ രാജ്യങ്ങളും ഒരു മനുഷ്യന്റെ അധികാരത്തിന് കീഴിൽ വന്നത്. അതല്ലാതെ ഈ ഒരു മനുഷ്യന്റെ വലിയ കഴിവൊന്നും അല്ല. അവന്റെ അധികാരമൊക്കെ പിശാച് കൊടുത്തിരിക്കുന്ന അധികാരം മാത്രമേ ഉള്ളൂ. അതും ദൈവം അനുവദിച്ചിട്ടാണ്. ആ പിശാച് തന്റെ ശക്തി അധികാരം എല്ലാം മൃഗത്തിന് കൊടുക്കുന്നതായിട്ട് വെളിപ്പാട് 13-ൽ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഇവിടെ നമ്മൾ അതിന്റെ വെളിപ്പാട് 13:2 നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ അവസാന ഭാഗത്ത് കാണുന്നു, അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അപ്പൊ പിശാച് എന്ന മഹാസർപ്പം ഈ അധർമ്മമൂർത്തിക്ക് തന്റെ അധികാരം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ആ അധികാരം മൂലം ദൈവജനത്തെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യുകയാണ്. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്തു അവരെ ജയിക്കുകയാണ്. അവരോടുള്ള പോരാട്ടം നടത്തുന്ന പിശാച് കൊടുത്ത അധികാരം ഉപയോഗിച്ച. ഇതെല്ലാം ദൈവ പദ്ധതിയാണ്. അത് ദൈവം അനുവദിച്ചിട്ടാണ് നടക്കുന്നതെന്നുള്ളത് ദൈവമക്കളായ നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഈ ഏകലോക ചക്രവർത്തി വരുന്നതോടൊപ്പം, വെളിപ്പെട്ട് വരുന്നതോടൊപ്പം ഒരു ലോകവും അതോടൊപ്പം ഒരു മതവുമായി തീരുമെന്നാണ് ദൈവവചനം പറയുന്നത്. നമ്മൾ വെളിപ്പാട് 13-ന്റെ 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ മറ്റൊരു മൃഗത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ അതിന്റെ 11-12 വാക്യങ്ങൾ കാണുന്നു. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. അത് ഒന്നാമത്തെ മൃഗത്തിന്റെ മുമ്പാകെ അതിന്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ ഒന്നാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. അപ്പൊ ഇവിടെ രണ്ടാമത്തെ മൃഗം ഭൂമിയിൽ നിന്ന് കയറിയ ഭൗമിക ഉപദേശം പറയുന്ന, പൈശാചിക ഉപദേശം പറയുന്ന ഒരു ആളാണ്. ഇദ്ദേഹം ഒരു മത നേതാവാണെന്നാണ് നമ്മൾ കാണുന്നത്. ഈ ആളെക്കുറിച്ച് തുടർന്ന് കാണുന്നത് കള്ളപ്രവാചകൻ, മൃഗവും കള്ളപ്രവാചകനും എന്നിങ്ങനെ ആവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കള്ളപ്രവാചകനാണ് ഈ രണ്ടാമത്തെ മൃഗം. ദൈവത്തിന്റെ അരുളപ്പാടാണ് ഞാൻ പറയുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന നിലയിൽ പിശാചിന്റെ ഉപദേശം പറയും. അതാണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത. അപ്പൊ ഈ രണ്ടാമത്തെ ആള് ഒരു മതനേതാവാണ്. ഇദ്ദേഹത്തിന് ഒരു ക്രിസ്തീയ പരിവേഷമുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കാരണം ഇവിടെ കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അപ്പൊ ക്രൈസ്തവ മതത്തിന്റെ നേതാവാണ് എന്ന് ഇതിലൂടെ നമുക്ക് ഊഹിക്കാവുന്നതാണ്. അപ്പോൾ കുഞ്ഞാടിനുള്ളതുപോലെയുള്ള കൊമ്പ് എന്ന് പറയുന്നത് ക്രിസ്തീയ പരിവേഷമാണ്. പക്ഷെ പറയുന്നതെല്ലാം എന്താണ്? മഹാസർപ്പം എന്ന പോലെയാണ് സംസാരിക്കുന്നത്. കാരണം ഇദ്ദേഹം പറയുന്നത് സത്യദൈവത്തെ ആരാധിക്കണമെന്നോ യേശുക്രിസ്തു ദൈവപുത്രനാണ്, ആരാധനയ്ക്ക് യോഗ്യനാണെന്നുള്ള കാര്യമൊന്നും അല്ല. ഈ ഒന്നാമത്തെ മൃഗമായ അധർമ്മമൂർത്തിയെ, ഈ ഏകലോക ചക്രവർത്തിയെ ദൈവമായിട്ട് ആരാധിക്കണമെന്നാണ് ഇയാൾ പറയുന്നത്. അതാണ് പിശാചിന്റെ ഉപദേശം. ഈ ഒന്നാമത്തെ മൃഗത്തിന്റെ അധികാരമെല്ലാം നടപ്പാക്കുന്നത് ഈ രണ്ടാമത്തെ മൃഗമാണ്. ഈ മതനേതാവാണ് അദ്ദേഹത്തിന്റെ അധികാരമെല്ലാം നടപ്പാക്കുന്നതെന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എന്നിട്ട് ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ ഒന്നാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. മരണകരമായ ഒരു മുറിവ് അധർമ്മമൂർത്തിക്ക് ഉണ്ടാകുന്നുണ്ട്. അത് മരണാസന്നനായിട്ട് മരിക്കാറായി എന്ന് തോന്നുന്ന നിലയിൽ നിന്ന് വീണ്ടും ജീവിച്ച് വരുന്ന, മരണകരമായ മുറിവേറ്റിട്ടും ജീവിച്ച എന്ന് കാണുന്നുണ്ട്. അപ്പം ഈ വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ
വാളാൽ മുറിവേൽക്കുക എന്ന് പറയുന്ന യുദ്ധത്തിലുണ്ടായ ഏതോ വലിയ പരിക്കാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. യുദ്ധത്തിൽ നേരിട്ട ഒരു പരിക്ക് മൂലം അയാൾ മരിച്ചു പോകുമെന്നുള്ള നിലയിൽ വന്നതിന് ശേഷവും അവിടെ നിന്നും വീണ്ടും മടങ്ങി വരികയാണ്. അങ്ങനെ വരുന്ന മനുഷ്യനെ ആരാധിക്കണമെന്ന് ഈ രണ്ടാമത്തെ നേതാവായിരിക്കുന്ന മതനേതാവ് ഈ ഭൂമിയിൽ നിന്ന് കയറിയ മൃഗം എല്ലാവരോടും കൽപ്പിക്കുകയാണ്. ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായി മുറിവ് പുറത്തുപോയ ഒന്നാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. അവനെ ആരാധിക്കണം, അവനെയോ അവന്റെ പ്രതിമയോ ആരാധിക്കണമെന്ന് എല്ലാവരോടും കൽപ്പിക്കുമെന്നാണ് കാണുന്നത്. മാത്രമല്ല, ഇയാൾക്ക് വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാനുള്ള കഴിവുണ്ടെന്നാണ് 13-ാം വാക്യത്തിൽ പറയുന്നത്. അത് മനുഷ്യർ കാണുക ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിക്കുവാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമയുണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കുവാൻ അതിന് അധികാരം ലഭിച്ചു. അപ്പൊ ഇവിടെ ഈ രണ്ടാം മൃഗം വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നയാളാണ്. മുകളിൽ നിന്ന് വലിയ തീ ഇറക്കണം, ആകാശത്തിൽ നിന്ന് തീ ഇറക്കിയിട്ട് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ വലിയ വ്യാപാര ശക്തി ഇറങ്ങി വരുന്നു എന്നായിരിക്കും പറയുന്നത്. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്ക് ആളുകളെല്ലാം വഞ്ചിക്കപ്പെടുക, ദൈവാത്മാവിന്റെ വലിയ വ്യാപാര ശക്തി ഇറക്കുവാൻ കഴിവുള്ളവനാണ് ഇദ്ദേഹം. ഇനി മാത്രമല്ല, പിന്നെ മറ്റൊരു കാര്യം, ആകാശത്ത് നിന്ന് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങളെ പ്രവർത്തിക്കുകയും പിന്നെ ഈ ജീവനില്ലാത്ത പ്രതിമയ്ക്ക് ശ്വാസം കൊടുക്കും. ഇംഗ്ലീഷിൽ കാണുന്നത് ഇവിടെ ജീവനില്ലാത്ത പ്രതിമയ്ക്ക് ജീവൻ കൊടുക്കുമെന്നല്ല, ശ്വാസം കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ജീവനില്ലാത്ത പ്രതിമയ്ക്ക് ജീവൻ കൊടുക്കും, ആത്മാവിനെ കൊടുക്കും എന്ന് പറയുന്നത് ജീവൻ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ശ്വാസം കൊടുക്കുകയാണ്. ഈ പ്രതിമയ്ക്ക് ജീവൻ കൊടുത്തു കഴിയുമ്പോൾ ആളുകൾ ചിന്തിക്കുന്ന, ഈ ജീവൻ കൊടുക്കാനായിട്ട് ദൈവത്തിനല്ലാതെ ആർക്ക് പറ്റും? അത് ദൈവിക ശക്തി തന്നെയാണ്, ദൈവം തന്നെയാണ്, ഈ മനുഷ്യൻ ദൈവം തന്നെയാണ് എന്ന് കരുതും. ഈ രണ്ടുപേരെ തമ്മിൽ തെറ്റിപ്പോകരുത്. അടയാളങ്ങളും അത്ഭുതം പ്രവർത്തിക്കുന്ന മത നേതാവ് താൻ ദൈവമാണെന്ന് അവകാശപ്പെടുന്നില്ല. നിങ്ങൾ ഈ അധർമ്മമൂർത്തി, നിങ്ങൾ ഈ ഏകലോക ചക്രവർത്തിയെ ദൈവമായിട്ട് ആരാധിക്കണമെന്നാണ് കൽപ്പിക്കുന്നത്. അയാളുടെ അധികാരമെല്ലാം നടപ്പാക്കുന്നത് ഈ മതനേതാവാണ്, കള്ളപ്രവാചകനാണ്. പിശാചിന്റെ ഉപദേശം പറയുകയും ഇതെല്ലാം ദൈവവചനമാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന ആ മനുഷ്യൻ താൻ ദൈവമാണെന്ന് അവകാശപ്പെടുന്നില്ല. നിങ്ങൾ ഈ ഒന്നാം മൃഗത്തെ ആരാധിക്കണം, എല്ലാ മനുഷ്യരും ആരാധിച്ചോണം, അയാളുടെ പ്രതിമ ഉണ്ടാക്കണം. ഒന്നുകിൽ അയാളെ ആരാധിക്കണം, അല്ലെങ്കിൽ അയാളുടെ പ്രതിമ ഉണ്ടാക്കി വെച്ച് ആരാധിച്ചു കൊള്ളണം എന്ന് ഇങ്ങനെ കൽപ്പിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ തുറന്ന് നമ്മൾ കാണുന്ന അതിന്റെ 16-ാം വാക്യത്തിൽ പറയുന്നു, അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറും മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വയ്യാതെയുമാക്കുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം, ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ, അതൊരു മനുഷ്യന്റെ സംഖ്യ എത്രേ, അതിന്റെ സംഖ്യ 666. അപ്പോൾ ഈ രണ്ടാം മൃഗം, ഈ കള്ളപ്രവാചകൻ എല്ലാവരുടെ മേലും മുദ്ര കിട്ടുവാൻ ഇടയാക്കുന്നു. ഈ മൃഗത്തെ ആരാധിക്കുന്നവർക്കെല്ലാം മുദ്ര കിട്ടും. ഈ അധർമ്മമൂർത്തിയെ ആരാധിക്കുന്ന എല്ലാവർക്കും മുദ്ര കിട്ടും. ഒന്നുകിൽ വലങ്കൈമേൽ അല്ലെങ്കിൽ നെറ്റിമേൽ. അത് ഒന്നുകിൽ മൃഗത്തിന്റെ പേരായിരിക്കും, അല്ലെങ്കിൽ പേരിന്റെ സംഖ്യയായ 666 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ അതുകൊണ്ട് വിചാരിക്കരുത്, നമ്മൾ ആ കാലത്ത് ഇത് സംഭവിക്കുന്ന നാളുകളിൽ എല്ലാവരുടെയും തൊലിപ്പുറത്ത് ഈ 666 എന്നുള്ള മുദ്ര ഏൽപ്പിക്കും, അത് പുറമെ എല്ലാവർക്കും കാണാമെന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട. ഇത് കാണാമെന്നോ കാണുകയില്ലെന്നോ ഒന്നും വചനത്തിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ദൈവമക്കളുടെ മേൽ പരിശുദ്ധാത്മ മുദ്രയുണ്ടെന്ന് എഫേസ്യർ 1:14 പറഞ്ഞിട്ടുണ്ട്. ഇതാർക്കെങ്കിലും കാണാമോ? ദൈവമക്കളുടെ മേലുള്ള പരിശുദ്ധാത്മ മുദ്ര ആർക്കും കാണത്തക്ക നിലയിൽ അല്ലാത്തതുപോലെ ഈ മൃഗത്തിന്റെ മുദ്രയും പുറമെ ആർക്കും കാണാവുന്ന നിലയിലുള്ള മുദ്രയാണെന്ന് പ്രതീക്ഷിക്കണ്ട എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി ഇവിടെ 666 എന്ന് പറയുമ്പോൾ 666 എന്ന്, 6-ാം ദിവസം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിന്റെ സമ്പൂർണതയായ 7 അല്ലെങ്കിൽ ദൈവത്തിന്റെ ശബ്ബത്ത് എന്ന് പറഞ്ഞ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയാതെ മരണത്തിനിരയായി തീർന്നു. അപ്പൊ 3:6 എന്ന് പറയുന്നത് മരണം, ഇവിടെ നിത്യജീവൻ ഇല്ലാത്തതായിട്ടുള്ള അവസ്ഥയാണ്.
അത് മനുഷ്യന്റെ സംഖ്യയാണ്. ദൈവത്തിന്റെ ആ പൂർണ്ണതയിൽ ആ മനുഷ്യൻ എത്തുകയില്ല. അപ്പോൾ ഇവിടെ മരണം, നാശം, നരകം എന്നുള്ളതായ അവസ്ഥയാണ് മനുഷ്യന് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഇവിടെ അപൂർണതയാണ്, 6 അപൂർണതയാണ്. അപൂർണത എന്ന് പറയുന്ന മരണമാണ്, നാശമാണ്, നിത്യ നരക തീയാണ് അവർക്ക് ലഭിക്കുവാൻ പോകുന്നത്. ഈ മൃഗത്തെ ആരാധിക്കുന്നവർക്കെല്ലാം നിത്യമായ നരകത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് നമ്മൾ തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. അങ്ങനെ മൃഗത്തെ നമസ്കരിച്ച് അവന്റെ മുദ്രയേൽക്കുന്ന ഒരുത്തനും രാവും പകലും സ്വസ്ഥത ഉണ്ടാകയില്ല എന്നാണ് അതിന്റെ 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യമെന്ന് വെളിപ്പാട് 14:12 നമ്മൾ കാണുന്നുണ്ട്. അവരുടെ ദണ്ഡനത്തിന്റെ പുക എന്നേക്കും പൊങ്ങും. മൃഗത്തെ അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവർക്കും അതിന്റെ പേരിന്റെ മുദ്രയേൽക്കുന്ന ഏവനും രാവും പകലും സ്വസ്ഥത ഉണ്ടാകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 10-ാം ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നു നോക്കുക, വെളിപ്പാട് 14:10. മൃഗത്തെയും അതിന്റെ പ്രതിമയെ നമസ്കരിച്ചു നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കേണ്ടി വരും. വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിനും മുമ്പാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. അപ്പൊ മൃഗത്തെ ആരാധിക്കുന്നവർക്കെല്ലാം നിത്യ നരകത്തിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ദൈവമക്കൾ ആരും ഈ ആളിന്റെ ഇത്തരം പ്രവൃത്തി മൂലം, അല്ലെങ്കിൽ ഈ കർശനമായ നിയമം വരുമ്പോൾ, ഞാനാണ് ദൈവം എന്ന് പറഞ്ഞ് വലിയ അത്ഭുതങ്ങളെ കാണിച്ച് വഞ്ചിക്കുമ്പോൾ, ഇതെല്ലാം പൈശാചിക ശക്തിയാൽ ഉണ്ടാകുന്ന അത്ഭുതങ്ങളാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇയാളെ ദൈവമായിട്ട് ആരാധിക്കാൻ കൂട്ടാക്കരുത്. 2 തെസ്സലോനിക്കർ 2:9 പറയുന്നത്, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അപ്പൊ അധർമ്മമൂർത്തി വരുമ്പോൾ ഇങ്ങനെ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം അനേക അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കും. പക്ഷെ വഞ്ചിക്കപ്പെട്ടു പോകരുതെന്നുള്ള മുന്നറിയിപ്പാണ് ഇവിടെ എല്ലാം നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. ഈ ഏക ലോകവും ഏക മതവും വരുന്നതായിട്ടുള്ള ആ കാലത്ത് ഈ അത്ഭുതങ്ങൾ കാണിച്ച് വഞ്ചിച്ച് പ്രതിമയെ ആരാധിക്കാത്തവരെ എല്ലാം കൊല്ലിക്കുമെന്നാണ് വെളിപ്പാട് 13 മുതൽ 15 വരെയുള്ളതായ വാക്യങ്ങളിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ദൈവമക്കൾ മാത്രം ഈ ആളെ ദൈവമായിട്ട് ആരാധിക്കാനായിട്ട് കൂട്ടാക്കുകയില്ല. കാരണം സത്യദൈവത്തെ മാത്രം ആരാധിക്കുന്ന ആളുകൾ, ദൈവത്തിന്റെ മക്കൾ, തീർച്ചയായിട്ടും ജീവപുസ്തകത്തിൽ പേര് എഴുതിയിട്ടില്ലാത്ത ഭൂവാസികളെല്ലാം അവനെ ആരാധിക്കും എന്നാണ് നമ്മൾ ഇവിടെ വെളിപ്പാട് 13 കാണുന്നത്. അങ്ങനെ ജീവന്റെ പുസ്തകത്തിൽ പേര് എഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെ അവനെ നമസ്കരിക്കുമെന്ന് 13:8 വെളിപ്പാട് 13:8 പറയുന്നു. അപ്പൊ ജീവപുസ്തകത്തിൽ പേര് എഴുതിയിട്ടുള്ള നിത്യജീവന്റെ അവകാശികളായിരിക്കുന്ന ദൈവമക്കൾ ആരും ആരാധിക്കുകയില്ല. അവരെയാണ് കൊല്ലിക്കുന്നത്. അവർക്കാണ് ഇങ്ങനെ ഉപദ്രവം പീഡനം ഉണ്ടാകുന്നത്. അവരെ ജയിലിൽ അടയ്ക്കും. പിന്നെ വിൽക്കുവാനും വാങ്ങുവാനും സമ്മതിക്കുകയില്ല എന്ന് ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ചെറിയവരും വലിയവരുമായ എല്ലാവരുടെ മേലും മുദ്ര കിട്ടുമാറും പേരോ പേരിന്റെ മുദ്രയോ ഇല്ലാത്തവർക്ക് വിൽക്കുവാനോ വാങ്ങുവാനോ വഹിയാതെയുമാക്കുന്നുവെന്ന് വെളിപ്പാട് 13:17 കാണുന്നുണ്ട്. അപ്പൊ ഉപജീവനത്തിന് പോലും സമ്മതിക്കുകയില്ല. അപ്പൊ ഇങ്ങനെ ആദ്യം അത് ആയിരിക്കും, ഇങ്ങനെയുള്ള അനുഭവം ആയിരിക്കും ആദ്യം ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെ ഇന്ന് ആധുനിക കാലത്ത് ഇയാളെ ദൈവമായിട്ട് ആരാധിക്കുന്നവർക്കൊക്കെ പ്രത്യേകം അടയാളം കൊടുത്തിട്ട് കമ്പ്യൂട്ടർ നിയന്ത്രിതമായിട്ടിരിക്കുന്ന ക്രയവിക്രയങ്ങളൊക്കെ നടക്കുന്നതായിട്ടുള്ള ഈ കാലത്ത് വളരെ എളുപ്പമാണ്. ഇയാളെ ദൈവമായിട്ട് ആരാധിക്കുന്നില്ലെങ്കിൽ നിനക്ക് ഭക്ഷണ സാധനങ്ങൾ തരികയില്ല. ഇതാണ് അന്നത്തെ വ്യാപാരികൾ പറയുവാൻ പോകുന്നത്. കാരണം ജീവനെ പേടിച്ചിട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യം വരുമ്പോൾ ആളുകൾ പലപ്പോഴും മന്ദഗതിയില് അവര് വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ ജയിലിൽ അടയ്ക്കുകയും കൊല്ലിക്കുകയും ചെയ്യുമെന്നുള്ള അവസ്ഥ വരുമ്പോൾ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകുവാനായിട്ട് സാധ്യതയുണ്ട്. പ്രിയ ദൈവമക്കളെ, നമ്മൾ അതിനൊന്നും വഴിപ്പെട്ടു പോകരുതെന്ന് അറിയുവാൻ വേണ്ടിയിട്ടാണ് ഈ വചനങ്ങൾ നേരത്തെ തന്നെ ദൈവമക്കൾക്ക് നൽകിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ തെറ്റിപ്പോകരുത്. തെറ്റിപ്പോകാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഈ വചനങ്ങൾ നമുക്ക് മുന്നറിയിപ്പായിട്ട് നേരത്തെ തന്നിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഏകലോക ഭരണം നടക്കുന്ന സമയത്ത് സംഭവിക്കുന്നതായ മറ്റൊരു കാര്യമാണ് ഈ സഭാപീഡനം എന്ന് പറയുന്നത്.
സഭയെ ഉപദ്രവിക്കുന്ന, സഭയെ കൊന്നൊടുക്കുന്നതായിട്ടുള്ള അനുഭവം അധർമ്മമൂർത്തിയുടെ കാലത്ത് ലോകത്തിൽ ഉണ്ടാകും. ഇതും കർത്താവിന്റെ രണ്ടാം വരവിന്റെ ഒരു ലക്ഷണമാണ്. അത് നമ്മൾ വെളിപ്പാട് 13:7 കണ്ടു. ഇവിടെ വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാൻ അവന് അധികാരം ലഭിച്ചു. ആരാണ് ഈ വിശുദ്ധന്മാർ? ചിലര് വിചാരിക്കുന്നത് രക്ഷിക്കപ്പെടാത്ത യഹൂദന്മാരാണെന്നാണ്. വിശുദ്ധന്മാരെന്ന് പറയുന്നത് ദൈവമക്കളായ ക്രിസ്തീയ വിശ്വാസികളാണെന്ന് വ്യക്തമായിട്ട് ദൈവവചനം പറയുന്നുണ്ട്. റോമർ 6:22 നമ്മൾ കാണുന്ന കാര്യം, ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു ദൈവത്തിന്റെ ദാസന്മാരായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. അപ്പൊ ആരാണ് വിശുദ്ധന്മാര്? പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു ദൈവത്തിന്റെ ദാസന്മാരാകുന്ന, അതായത് പാപമോചനം പ്രാപിക്കുന്ന എല്ലാ ദൈവമക്കളും, ക്രിസ്തീയ വിശ്വാസികളെല്ലാം അവരാണ് വിശുദ്ധന്മാര്. അല്ലാതെ ആരെങ്കിലും വിശുദ്ധന്മാരെന്ന് പ്രഖ്യാപിക്കുന്ന ആളുകളൊന്നും അല്ല. പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച ദൈവമക്കളാണ് വിശുദ്ധന്മാര്. പാപമോചനം പ്രാപിക്കാത്തതായിട്ടുള്ള യഹൂദന്മാരെ വിശുദ്ധന്മാരെന്ന് ബൈബിൾ പറഞ്ഞിട്ടില്ല, ദൈവവചനം പറയുകയില്ല. അവരെല്ലാം ഉപദ്രവങ്ങളിലൂടെ ഒക്കെ കടന്നു പോയിട്ട് കർത്താവ് രണ്ടാമത് വരുമ്പോൾ നേരിട്ട് നോക്കി കണ്ട് കുത്തിയെങ്കിലേക്ക് നോക്കി രക്ഷിക്കപ്പെടുമെന്നൊക്കെയുള്ള ഉപദേശങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അതല്ല, തിരുവചനം പറയുന്നത് പാപമോചനം പ്രാപിച്ചവരാണ് വിശുദ്ധന്മാർ. അവരോടാണ് ഈ അധർമ്മമൂർത്തി പോരാടുന്നത്. വിശുദ്ധന്മാരെ ഉപദ്രവിച്ച് കൊന്നൊടുക്കുവാൻ വേണ്ടി അധികാരം ലഭിച്ചിരിക്കുകയാണ്. അവരോട് പോരാടും. അവരാണ് ഇവനെ ദൈവമായിട്ട് ആരാധിക്കാത്തവര്. ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്തവരെല്ലാം ആരാധിക്കും. എല്ലാ മതങ്ങളിലും ഉൾപ്പെട്ടവര് അവനെ ദൈവമായിട്ട് ആരാധിക്കും. മതങ്ങളിൽ ഉൾപ്പെടാത്ത, മതമില്ലാത്ത, ക്രിസ്തുവിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ദൈവമക്കൾ മാത്രമാണ് അന്ന് ഇവനെ ദൈവമായിട്ട് ആരാധിക്കാത്തത്. അവരെയാണ് കൊന്നൊടുക്കുന്നത്. അപ്പൊ അത് നമ്മൾ തിരിച്ചറിയണം. അല്ലാതെ യഹൂദന്മാരെ കൊന്നൊടുക്കുന്ന കാര്യമൊന്നും ഇവിടെ, അവിശ്വാസികളായ യഹൂദന്മാരെ കൊന്നൊടുക്കുന്ന കാര്യമൊന്നും തിരുവചനത്തിൽ പറഞ്ഞിട്ടില്ല. നമ്മുടെ കർത്താവിന്റെ ഈ ഒലിവുമല പ്രഭാഷണത്തിൽ കർത്താവ് ഇത് പറഞ്ഞിട്ടുണ്ട്. മത്തായി 24:9-10 നോക്കുക. ഇതും കർത്താവിന്റെ രണ്ടാം വരവിന്റെ ഒരു ലക്ഷണമാണ്. കർത്താവ് പറഞ്ഞതാണ്. സഭാപീഡനത്തെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലിക്കുകയും ചെയ്യും. എന്റെ നാമനിമിത്തം സകല ജനതകളും സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം കൊല്ലിക്കുകയും ചെയ്യും. അപ്പൊ ഇതും നമ്മൾ പ്രതീക്ഷിക്കണം. ഇതാണ് സഭാപീഡനം. അധർമ്മമൂർത്തിയുടെ കാലത്ത് അവനെ ദൈവമായിട്ട് ആരാധിക്കാത്തവരെ എല്ലാം കൊല്ലുന്ന കാര്യത്തിന്റെ മറ്റൊരു വേദഭാഗമാണിത്. അന്ന് അവർ നിങ്ങളെ, ആര്? ഉപവാസികൾ, ഇവനെ ദൈവമായിട്ട് ആരാധിക്കുന്ന അല്ലെങ്കിൽ അവിശ്വാസികളായിരിക്കുന്ന ആളുകൾ, അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലിക്കുകയും ചെയ്യും. എന്റെ നാമനിമിത്തം സകല ജനതകളും നിങ്ങളെ പകയ്ക്കും. ഇത് ലോകവ്യാപകമായിട്ട് നടക്കുന്ന കാര്യമാണ്. ലോകത്തിലുള്ള എല്ലാ ക്രിസ്തീയ വിശ്വാസികൾക്കും സംഭവിക്കുന്ന കാര്യമാണിത്. അതുകൊണ്ടാണ് സകല ജനതകളും നിങ്ങളെ പകയ്ക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് ആരോടാണ് പറഞ്ഞിരിക്കുന്നത്? അന്ന് അവർ നിങ്ങളെ, ആരെയാണ്? ശിഷ്യന്മാരെ, യേശുവിൽ വിശ്വസിക്കുന്ന ശിഷ്യന്മാരെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യുമെന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അവിശ്വാസികളായ യഹൂദന്മാരോടല്ല കർത്താവ് ഇത് പറഞ്ഞത്. അവർ ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന, അല്ലെ കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരോടാണ് പറഞ്ഞത്. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കും. അപ്പൊ ശിഷ്യന്മാരെയാണ്, ദൈവ ജനത്തെയാണ് ഉപദ്രവത്തിന് ഏൽപ്പിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കണം. പിന്നെ എന്റെ നാമനിമിത്തം സകല ജനതകൾ നിങ്ങളെ പകയ്ക്കെന്ന് പറയുമ്പോൾ കർത്താവിന്റെ നാമം ധരിച്ചിരിക്കുന്നവരെയാണ് ഉപദ്രവിക്കുന്നത്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്നാണ് നമ്മൾ യോഹന്നാൻ 1:12 കാണുന്നത്. അപ്പൊ കർത്താവിന്റെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് കർത്താവിന്റെ നാമത്തിൽ ഉപദ്രവം സഹിക്കേണ്ടി വരികയില്ല. അപ്പൊ എന്റെ നാമനിമിത്തം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ കർത്താവിനെ സ്വീകരിച്ച, വിശ്വസിച്ച, കർത്താവിന്റെ നാമത്തെ അല്ലെങ്കിൽ തന്റെ അധികാരത്തെ അംഗീകരിച്ചിരിക്കുന്ന ആളുകളെയാണ് ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യുമെന്ന് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് തന്റെ രണ്ടാം വരവിന്റെ ലക്ഷണമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലിക്കുകയും ചെയ്യും. എന്റെ നാമനിമിത്തം സകല ജനതകളും നിങ്ങളെ പകയ്ക്കും. അപ്പൊ എല്ലാ രാജ്യങ്ങളിലും, ഓൾ ദ നേഷൻസ് എന്നുള്ള പ്രയോഗമാണ് ഇവിടെയും കാണുന്നത്. എല്ലാ രാജ്യങ്ങളിലും ഉള്ള എല്ലാ ദൈവമക്കളെയും,
കർത്താവിന്റെ നാമത്തിൽ വിശ്വസിച്ച് അവനെ കൈക്കൊണ്ട സകല ദൈവമക്കളും ഉപദ്രവിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യും. കാരണം എല്ലാ രാജ്യങ്ങളിലെ ഭരണാധിപന്മാരെല്ലാം ഈ അധർമ്മവൃത്തിക്ക് കീഴ്പ്പെട്ടിരിക്കുക. ഏകലോക ചക്രവർത്തിക്ക് തങ്ങളുടെ അധികാരം കൊടുത്ത് കീഴ്പ്പെട്ടിരിക്കുന്നതുകൊണ്ട് അയാൾ പറയുന്നത് എല്ലാവരും അനുസരിച്ചേ തീരൂ. അതുകൊണ്ട് ഇവിടെ തീർച്ചയായിട്ടും എല്ലാ രാജ്യങ്ങളിലും ദൈവമക്കൾ ഉപദ്രവിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ സഭാപീഡനത്തെ കുറിച്ച് കർത്താവ് ഈ ഒലിവുമല പ്രഭാഷണം അവിടെ കർത്താവ് വ്യക്തമായിട്ടും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസ് 21:12 മുതലുള്ള വാക്യങ്ങളിലും നമ്മൾ ഇത് കാണുന്നുണ്ട്. ലൂക്കോസ് 21:12 മുതൽ 12-ാം വാക്യവും പിന്നെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നോക്കുക. ഇതെല്ലാറ്റിനും മുമ്പേ എൻ്റെ നാമനിമിത്തം അവർ നിങ്ങളുടെ മേൽ കൈവച്ച് രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും മുമ്പിൽ കൊണ്ടുപോയി ഉപദ്രവിക്കുകയും പള്ളികളിലും തടവുകളിലും ഏൽപ്പിക്കുകയും ചെയ്യും. കണ്ടോ? അപ്പൊ കർത്താവിന്റെ നാമനിമിത്തമാണ്. അതാണ് ഇവിടെ ലൂക്കോസും പറയുന്നത്. കർത്താവിനെ കൈക്കൊണ്ട് കർത്താവിന്റെ നാമത്തെ വിശ്വസിക്കുന്ന ക്രിസ്തീയ വിശ്വാസികൾ അല്ലെ ശിഷ്യന്മാർക്കാണ്, ദൈവമക്കൾക്കാണ് ഉപദ്രവം. 16 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ അമ്മയപ്പന്മാരും സഹോദരന്മാരും ചാർച്ചക്കാരും ചങ്ങാതികളും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുകയും നിങ്ങളെ ചിലരെ കൊല്ലിക്കുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. നിങ്ങളുടെ തലയിലെ ഒരു രോമം പോലും നശിച്ചു പോവുകയില്ല താനും. അപ്പൊ കർത്താവിന്റെ നാമനിമിത്തം ഇന്ന് വീണ്ടും വീണ്ടും ഇവിടെ പറയുകയാണ്, എല്ലാവരും നിങ്ങളെ പകയ്ക്കും. അത് ചാർച്ചക്കാര്, അമ്മയപ്പന്മാര്, രക്ഷിക്കപ്പെടാത്ത അമ്മയപ്പന്മാര് രക്ഷിക്കപ്പെട്ട മക്കളെ അധികാരികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. വളരെ ഗുരുതരമായ സംഭവങ്ങളാണ് അന്ന് നടക്കുന്നത്. സഹോദരന്മാര് അവരും ഒറ്റിക്കൊടുക്കും, അവര് ഏൽപ്പിച്ചു കൊടുക്കും. ഇവൻ ഈ ആളെ ദൈവമായിട്ട് ആരാധിക്കുന്നില്ല, പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റിക്കൊടുക്കുകയും പിടിച്ച് അവരെ കൊല്ലിക്കുകയും ചെയ്യുമെന്നാണ് ഇവിടെ പറയുന്നത്. കർത്താവിന്റെ നാമനിമിത്തം എല്ലാവരും പകയ്ക്കും, നിങ്ങളുടെ തലയിലെ ഒരു രോമം പോലും നശിച്ചു പോകുകയില്ല. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെ കർത്താവിന്റെ നാമനിമിത്തം കൊല്ലപ്പെട്ടാലും തലയിലെ ഒരു രോമം നഷ്ടപ്പെടുന്ന നഷ്ടം ദൈവമക്കൾക്ക് ഉണ്ടാകുകയില്ല. ആമേൻ. കർത്താവ് പറഞ്ഞിരിക്കുന്ന ഇതൊക്കെയും സംഭവിക്കുന്ന കാണുമ്പോൾ അവനടുക്ക വാതിൽക്ക തന്നെ എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. ഇതാ വരാറായി എന്നുള്ളത് അറിയുന്ന ദൈവമക്കൾ, നിങ്ങൾ കൊന്നോ, എന്റെ കർത്താവ് വരാറായി, അതിന്റെ ലക്ഷണമായി സംഭവിക്കുന്ന കർത്താവ് വരുമ്പോൾ എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് എനിക്കറിയാം എന്നുള്ള ധൈര്യത്തോടുകൂടെ മരണത്തെ നേരിടും. അവരെ കർത്താവിന്റെ വരവെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഒരു രോമത്തിന്റെ നഷ്ടം അവർക്ക് വരാതെ കർത്താവ് അവരെ പൂർണ്ണമായിട്ട് രക്ഷിക്കുമെന്നുള്ളതാണ് ഇവിടെ തിരുവചനം പറയുന്നതായിട്ടുള്ള കാര്യം. അതുകൊണ്ട് യോഹന്നാൻ 16-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലും കർത്താവ് ഇത് ശിഷ്യന്മാരോട് പറയുകയുണ്ടായി. യോഹന്നാൻ 16:1 മുതൽ 4 വരെ, നിങ്ങൾ ഇടറിപ്പോകാതിരിക്കുവാൻ ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവൻ എല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. അപ്പൊ ക്രിസ്തീയ വിശ്വാസികളെ, കർത്താവിന്റെ ശിഷ്യന്മാരെ കൊല്ലുന്നവര് ദൈവത്തിന് വഴിപാട് കഴിക്കുവാണെന്നാണ് അവര് വിചാരിക്കുന്നത്. അങ്ങനെ വിചാരിക്കുന്ന സമയം ഇതാ വരുന്നു. ഇതെന്തിനാണ് പറയുന്നത്? നിങ്ങൾ ഇടറിപ്പോകാതിരിക്കുവാൻ, നിങ്ങൾ വിശ്വാസത്തിൽ നിന്ന് വീണു പോകാതിരിക്കുവാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് എന്നിവിടെ കർത്താവ് പറയുന്നു. അതുകൊണ്ട് കർത്താവ് ഇവിടെ പറയുന്ന ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ വിശ്വാസത്തിൽ നിന്ന് വീണു പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ദേഹത്തെ കൊല്ലുന്നവരെ നിങ്ങൾ ഭയപ്പെടണ്ട. ദേഹത്തെയും ദേഹിയെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ ഭയപ്പെട്ടാൽ മതി. ദൈവത്തെ ഭയപ്പെടുന്നവന് ഇങ്ങനെയുള്ള ഒരു ഭയവുമില്ല. ദേഹത്തെ കൊല്ലുന്നവനെ ഭയപ്പെടുകയേയില്ല. ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവനെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ ദൈവമക്കൾ ഭയപ്പെടുകയില്ല. കാരണം കർത്താവ് അവർക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ പരീക്ഷയോടുകൂടെ പോക്കുവഴിയും കൂടെ ഒരുക്കിത്തരുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ 1 കൊരിന്ത്യർ 10:13 കാണുന്നു, കഴിയുന്നതിനപ്പുറം ഒരു വേദനയും സഹിക്കുവാനായിട്ട് കർത്താവ് സമ്മതിക്കുകയില്ല എന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ കർത്താവിന് നമുക്ക് എന്തുമാത്രം വേദന സഹിക്കാൻ പറ്റുമെന്നുള്ളത് അറിയാം. അതുകൊണ്ട് ഇങ്ങനെയുള്ളതായ പീഡനങ്ങൾ, ഉപദ്രവങ്ങൾ, മരണമൊക്കെ നേരിടുമ്പോൾ നമുക്ക് കഴിയുന്നതിനപ്പുറം ഒരു അനുഭവം ഉണ്ടാകാതെ സൂക്ഷിക്കുന്ന ദൈവം സൂക്ഷിച്ചോളൂ. നമ്മൾ ഭീരുക്കളാകാതിരുന്നാൽ മതി. നമ്മൾ ഭയപ്പെട്ട് പിന്മാറിയാൽ തീർച്ചയായിട്ടും ഭീരുക്കളും അവിശ്വാസികളും, അറയ്ക്കപ്പെട്ടവര്, ക്ഷുദ്രക്കാര്, ഭോഷ്ക് പറയുന്നവർക്കെല്ലാം ഉള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിൽ എത്ര എന്നാണ് വെളിപ്പാട് 21:8 പറയുന്നത്.
അതുകൊണ്ട് നമ്മൾ ഭീരുക്കളായി പിന്മാറിപ്പോകരുത്. നമ്മളിത് നേരിടുവാനായിട്ട് നമ്മുടെ ശക്തിയിൽ ആശ്രയിക്കണ്ട. കർത്താവിനോട് സഹായം തേടി പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കും. കർത്താവിന്റെ സഹായം തേടി എന്ത് പീഡനവും വന്നോട്ടെ, എൻ്റെ കർത്താവിനോടുള്ള ബന്ധം വിട്ട് എനിക്ക് പോകുവാൻ കഴിയുകയില്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ, മരണമോ ഇപ്പോഴുള്ളതിനോ ഈ ലോകത്തിനോ വരുവാനുള്ളതിനോ മരണത്തിനോ ജീവനോ ഒന്നിനും എൻ്റെ ദൈവത്തിലുള്ള ആ ഒരു ബന്ധത്തിൽ തന്നെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് ആ ഉറപ്പുണ്ടാകട്ടെ. അപ്പൊ നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കർത്താവ് നമുക്ക് ഇതിനെയെല്ലാം നേരിടുവാനായിട്ട് ശക്തി പകരും. നമ്മുടെ കർത്താവ് ഗെത്സമനെ പ്രാർത്ഥിച്ചപ്പോൾ അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷമായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം സഹിക്കാനുള്ള ഒരു ശക്തി നമുക്ക് ദൈവം തരുമെന്ന് നമ്മൾ വിശ്വസിക്കുക. അങ്ങനെ തീർച്ചയായിട്ടും ഇതിനെല്ലാം നേരിട്ടുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ താൻ വരുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് കർത്താവിനോടുകൂടെ എന്നേക്കും വാഴുന്ന അനുഭവത്തിലേക്ക് വരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളെ ചുരുക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.